എന്റെ പൊന്നു മക്കളെ വന്നു നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഗോ. എങ്ങനെയുണ്ട് ലോഗോ? ഇത്തവണ ഒരു കോമണറും രണ്ട് കോമണറൊന്നും അല്ല, 5ഉം 6ഉം കോമണർക്ക് നമ്മുടെ ബിഗ് ബോസിനകത്ത് കയറാം. ബിഗ് ബോസിൽ കയറിയില്ലെങ്കിലും ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ കയറാം. 10-15 പേർക്ക്. തീം എന്താണെന്ന് അറിഞ്ഞോ? ഇത്തവണത്തെ ബിഗ് ബോസിന്റെ പൊളിറ്റിക്സ്, ഡെമോക്രസി. നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൽ പൊളിച്ചടിക്കിയ സക്സസ്ഫുൾ സീസൺ ആയിട്ടുള്ള സീസൺ 19 തീമാണ്. കോമണേഴ്സ് അല്ല, ഇത്തവണ അവർക്ക് സ്റ്റാറായി സെലിബ്രിറ്റികളായി തിരിച്ചിറങ്ങാം. നമ്മുടെ അനീഷൊക്കെ ഇറങ്ങിയതുപോലെ. ലാലേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ, അഗ്നിപരീക്ഷയാണെന്ന്. അഗ്നിപരീക്ഷ സീസൺ മൊത്തത്തിൽ തീ പാറുന്ന ഒരു പുതിയ വെർഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ നോർമൽ ബിഗ് ബോസ് മതിയേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു അടിപൊളി തീമുള്ള ബിഗ് ബോസ് ആണ് ഈ ഗുലാബ് സിന്ദാബ ലോഗോയിൽ നമുക്ക് വന്നിരിക്കുന്നത്. ലോഗോയുടെ അപ്ഡേറ്റുകൾ ഞാൻ പറയാം, ലോഗോ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം, ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്താണെന്ന് നിങ്ങൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, അതെന്താണെന്ന് പറയാം, എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒഫീഷ്യലി. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. എന്നെ ലോഗോ വന്നെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു, കുറേയൊക്കെ നോക്കുന്നുണ്ട്, കുറേയൊന്നും എടുക്കാൻ പറ്റുന്നില്ല, തിരക്കായി പോയി. ഞാൻ കുറച്ച് വൈകിട്ടാണ് വീഡിയോ ഇടുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പ്രൊമോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, എന്താണ് അതിനകത്തുള്ള കാര്യം, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ വീഡിയോയാണ് ഇത്. ആദ്യം നമ്മുടെ ലോഗോയെക്കുറിച്ച് ഞാൻ പറയാം. ലോഗോ നമ്മുടെ ബിഗ് ബോസിൻ്റെ സാധാ ഒരു അടിപൊളി ലോഗോ തന്നെയാണ്. 8 എന്നൊക്കെ നടുക്കിങ്ങനെ എഴുതിയിരിക്കുന്ന ഇൻഫിനിറ്റി ആണോ എന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ തെലുങ്ക് സീസണിലെ പോലെ. പക്ഷേ തെലുങ്ക് സീസണിൻ്റെ ഒരു സാധനം ഇതിനകത്തുണ്ട്, ഞാൻ പറയാം. അങ്ങനെ നമ്മുടെ കണ്ണ് അടിപൊളി കണ്ണാണ്, മെറ്റാലിക് ഗോൾഡ് ഫിനിഷിലെ 3D സ്ട്രക്ചറുള്ള ഒരു അടിപൊളി ലോഗോയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് ദൃശ്യത്തിൻ്റെ ഓഡിയൻസിന് മാത്രമല്ല, നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസിന് വേണ്ടി സ്പെഷ്യലി നിങ്ങളും പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുകയാണ് ലാലേട്ടൻ. ലാലേട്ടാ ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു സോ മച്ച് അല്ലേ മക്കളെ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ലോഗോ വന്നപ്പോൾ തന്നെ തീമും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുമ്പോൾ ഫയർ ആൻഡ് ലാവയാണ് അതിൻ്റെ തീമും ബാക്ക്ഗ്രൗണ്ടും കാണുന്നത്. റെഡ് ഓറഞ്ച് ആംബിയൻസ് ആണ് ലോഗോയ്ക്കും ബാക്ക്ഗ്രൗണ്ടിനും വന്നിരിക്കുന്നത്. അഗ്നി പാറുന്ന സാധനങ്ങളാണ് ലോഗോയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ആ ലോഗോക്കകത്ത് തന്നെ നമുക്കറിയാം കുറേ കൈകളെല്ലാം ഇങ്ങനെ പൊക്കി നിൽക്കുന്നുണ്ട്. ഇത് ബിഗ് ബോസ് 19 ഹിന്ദിയുടെ തീമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലോഗോയുടെ 8ന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗ്രീക്ക് ഭാഷയിൽ ഡെമോക്രാറ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഡെമോക്രസി, വിച്ച് മീൻസ് ജനാധിപത്യം. മലയാളത്തിൽ അങ്ങനെ പറയും. ഈ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ബിഗ് ബോസിൻ്റെ ഒരു തീമാണ്. ആ തീം ഏത് സീസണിലാണ് നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസ് സീസൺ 19, അതായത് ഇപ്പം കഴിഞ്ഞ 19ാമത്തെ സീസണിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളി കൺസെപ്റ്റാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസിക് ബിഗ് ബോസ്, നോർമൽ ബിഗ് ബോസ് മതി എന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറിയിട്ടുള്ള ഒരു തീമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സീസൺ കഴിഞ്ഞു പോയ 19 അടിപൊളി ഹിറ്റായിരുന്നു ഈ തീമിൽ. സ്പെഷ്യലി അതിൻ്റെ വീട് തന്നെ ഒരു പാർലമെൻറ്റ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ കോർട്ട് റൂം പോലെയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു തീമാണ് നമ്മുടെ ഈ മലയാളം ബിഗ് ബോസിൻ്റെ ലോഗോയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഡെമോക്രാറ്റിയ എന്നുള്ളതിൻ്റെ അർത്ഥം. അധികാരവും പോരാട്ടവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സീസൺ ആയിരിക്കും വരാൻ പോകുന്നത്. ബിഗ് ബോസ് സീസൺ 19 ഇസ് ബാർ ചലേഗി ഘർവാലോ കി സർക്കാർ, അതായിരുന്നു അതിൻ്റെ ടാഗ് ലൈൻ, വിച്ച് മീൻസ് ഇത്തവണ മത്സരാർത്ഥികളുടെ ഭരണമായിരിക്കും. അതാണ് ഹിന്ദി ബിഗ് ബോസിൻ്റെ തീം, പാർലമെൻറ്റിൻ്റെ ആ ഒരു അതുപോലത്തെ. അപ്പം മലയാളത്തിലും അത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് നമ്മുടെ ലോഗോയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ പ്രൊമോയിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്താണ് സംഭവം എന്നല്ലേ, ഞാൻ പ്രൊമോ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, എന്താണ് സംഭവം എന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 9 തെലുഗുവിലാണ്. അതായത് ഇപ്പം കഴിഞ്ഞു പോയ തെലുങ്ക് സീസണിലാണ്. അതായത് കഴിഞ്ഞ വർഷം ഈ ഒരു സമയമായപ്പോഴാണ് ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറയുന്ന സംഭവം വന്നത്. ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കോമണേഴ്സ് ഓഡീഷൻ പോലെ തന്നെ ലിങ്കോ സൂം കോളോ ഒക്കെ കഴിഞ്ഞ സീസണിലൊക്കെ വന്നിട്ടുള്ള പോലെ തന്നെ വരും. അടുത്തടുത്ത പ്രൊമോകളുണ്ടല്ലോ, വരട്ടെ അതൊക്കെ. അപ്പോൾ അതിനകത്തെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ലിങ്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്താണോ ചെയ്യണത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അവർ കഴിഞ്ഞ സീസണെ പോലെ തന്നെ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന സീസണെ പോലെ തന്നെ ഓഡീഷന് വിളിക്കും. ആ ഓഡീഷനിൽ നിന്നും സെലക്ട് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നടത്തുന്ന ഒരു റിയാലിറ്റി ഷോ ആണത്.
ആ റിയാലിറ്റി ഷോ നടത്തിയിട്ട് അതിനകത്ത് നിന്നും 5 or 6 പേർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ബിഗ് ബോസിലേക്ക് കയറാം. അതാണ് ബിഗ് ബോസ് അഗ്നി പരീക്ഷ. ഇത് സീസൺ 9 തെലുഗുവിൽ നടന്നിട്ടുള്ളതാണ്. അതിലെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേ സാധനം തന്നെയായിരിക്കും മലയാളത്തിലും വരാൻ പോകുന്നത്. ആദ്യം ഈ പറഞ്ഞ പോലെ അവരൊരു ലിങ്ക് കൊടുക്കും. ആ ലിങ്കിലേക്ക് അപ്ലൈ ചെയ്യും ആൾക്കാരൊക്കെ. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് കൊള്ളാമെന്ന് തോന്നിയ ആൾക്കാരെയൊക്കെ അവർ വിളിക്കും, ഓഡീഷൻ ചെയ്യും. എന്നിട്ട് 15 പേരെ, ബിഗ് ബോസിൻ്റെ ഫാൻസ് ആയിട്ടുള്ള 15 പേരെ സെലക്ട് ചെയ്ത് ഒരു റിയാലിറ്റി ഷോ, ബിഗ് ബോസ് വീട് പോലെയൊന്നും അല്ല, സ്റ്റേജും ഓഡിയൻസും ജഡ്ജസും ഒക്കെയുള്ള ഒരു റിയാലിറ്റി ഷോ നടത്തും. അന്ന് അതിൻ്റെ ഹോസ്റ്റ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് തന്നെ ആയിരുന്നു, തെലുഗുവിലെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് തന്നെ ആയിരുന്നു. അങ്ങനെ ആ ഷോ നടത്തി അതിനകത്ത് പോയിന്റ്സും ടാസ്കുകളും ഭയങ്കര അഗ്നിപരീക്ഷയാണ്. അപ്പം ഈ അഗ്നിപരീക്ഷയിൽ വരുന്നവർക്കും സ്റ്റാർ ആവാം, അത് വേറെ കാര്യം. അങ്ങനെ എന്ത് ചെയ്യും, അതിൻ്റെ അവസാനം 6 പേരെ സെലക്ട് ചെയ്യും. ആ 6 പേരെ ബിഗ് ബോസിൻ്റെ മെയിൻ വീട്ടിനകത്തേക്ക് കയറ്റിവിടും. ഈ 6 പേരും ബാക്കി പുതിയ കണ്ടസ്റ്റൻസ് ആണ്, 10-12 പേരെ. അങ്ങനെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ തെലുങ്ക് സീസൺ 9 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 6 പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരെ പ്രേക്ഷകരാണ് സെലക്ട് ചെയ്തത് വോട്ടിങ്ങിലൂടെ, 3 പേരെ ജഡ്ജസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് പോലെ. 15 എപ്പിസോഡ്സ് മാത്രമാണ് ഈ ബിഗ് ബോസ് അഗ്നി പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ 15 എപ്പിസോഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ സീസൺ 9 തെലുഗു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നിന്നും ഈ അഗ്നി പരീക്ഷയിലൂടെ സെലക്ട് ആയി പോയിട്ടുണ്ടായിരുന്ന കല്യാൺ പടാലയാണ് വിന്നറായിട്ട് മാറിയത്. അതാണ് ആ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രേക്ഷകർക്ക് പങ്കെടുക്കാനുള്ള ചാൻസ് ആണത്. കഴിഞ്ഞ വർഷത്തെ കോമണർ അനീഷിനെ പോലെയും അതിനു മുന്നേ ഉണ്ടായിരുന്ന നിഷാന, റസ്മിൻ ബായി, നന്ദന, അതുപോലെ അതിനു മുന്നേ ഉണ്ടായിരുന്ന ഗോപിക പോലെയൊന്നും അല്ല ഇത്. വൈ? ബിക്കോസ് ഇതിനകത്ത് 5 or 6 പേർക്ക് കുറഞ്ഞത് അവസരം കിട്ടും. അതായത് ഇത്തവണ സെലിബ്രിറ്റികളായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒരു 10-12 പേരെ കാണത്തുള്ളൂ. ബാക്കിയുള്ളവർ 5 or 6 പേര്. അനീഷ് എപ്പോഴും പറയുമല്ലോ കോമണേഴ്സ് ആണ് കൂടുതൽ വരേണ്ടതെന്ന്. അതുപോലെ 6-7 പേരോളം കോമണേഴ്സ് വരും. ഇതാണ് ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന സംഭവം. ഇനി അതിൻ്റെ പ്രൊമോകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുമായിരിക്കാം, നമുക്ക് കാത്തിരിക്കാം. ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു 3 ആഴ്ച മുന്നേ അഗ്നി പരീക്ഷ തുടങ്ങും. അതാണ് സംഭവം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വരട്ടെ, അപ്പം ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ലോഗോ ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടി ഞാൻ പറഞ്ഞിട്ട് പോവാം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ഇപ്പോൾ എൻ്റെ വീട്ടിലല്ല. ഒരു ട്രിപ്പൊക്കെ ഉണ്ട്, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളവിടെ കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഒരു 6-10 ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, ഒരു സുഹൃത്താണ്, സുഫൈൽ എന്നോ സുഹൈൽ എന്നോ ആണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയാണ് അൻസിഫെ ലോഗോ വന്നു അറിഞ്ഞോ എന്ന് വെച്ചാൽ. അപ്പം ഞാൻ ലോഗോ വന്നോ എന്ന് പറഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ലോഗോയുടെ പിറകെ ഇങ്ങനെ നടന്നിട്ട് എനിക്കൊരു എപ്പോഴും ബിഗ് ബോസിൻ്റെ ലോഗോ വരുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊരു വെപ്രാളമാണ്, വീഡിയോ ചെയ്തോളാൻ വയ്യ, ഒരു വെപ്രാളമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വെപ്രാളമൊക്കെ ഒന്ന് കുറച്ചിട്ട് ഈ അഗ്നി പരീക്ഷ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായ സംഭവം അതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതിയെടുത്ത് കുറിപ്പായിട്ട് എടുത്ത് വന്ന് സമാധാനമായിട്ട് നിസ്കരിക്കാനൊക്കെ ഉണ്ടാകുന്നത് എല്ലാം നിസ്കരിച്ചിട്ട് പതിയെ വന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ആരെയും വെട്ടിക്കാനോ തട്ടിക്കാനോ റീച്ച് ഉണ്ടാക്കാനോ ഇവരിടുന്നതിന് മുന്നേ ഇടാനോ ഒന്നിനും എനിക്ക് ഒട്ടുമേ താല്പര്യമില്ല. വൈ? ബിക്കോസ് എന്നെ കാണാനായിട്ട് അല്ലെങ്കിൽ അൻസഫ് പറയുന്നത് കേൾക്കാനായിട്ട് 10 പേരുണ്ടെങ്കിൽ 10 പേര് മതി. അപ്പോൾ പതിയെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 10 പേര് കാണുമല്ലോ എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ വന്നത്. സോ ലോഗോ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, കൊള്ളാം, എനിക്ക് കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ 5-ൻ്റെയും 7-ൻ്റെയും ലോഗോയായിട്ട് സാമ്യമുള്ള പോലെയാണ് 8-ൻ്റെ ലോഗോ വന്നിരിക്കുന്നത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. എന്നെ വിളിച്ചറിയിക്കുന്നവരും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ നേരം കിട്ടുന്നില്ല, ഇനി വേണം റിപ്ലൈ ചെയ്യാൻ. അപ്പം എല്ലാവർക്കും സന്തോഷം. അടുത്ത അപ്ഡേറ്റ് വരട്ടെ. പണ്ടത്തെ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ലീക്ക് ചെയ്ത് അങ്ങനെ ഇടാനൊന്നും ഉദ്ദേശമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ വർഷം ലാലേട്ടൻ്റെ ലോഗോ എന്നത് ഇതേ ഡേറ്റിലായിരുന്നു. അപ്പോൾ ഈ വർഷം അതുപോലെ വരുമോ എന്ന് ചോദിച്ചിട്ടപ്പോൾ കുറച്ച് പേര് വരുമായിരിക്കും, വന്നാൽ കൊള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു ദൃശ്യത്തിൻ്റെ കൂടെ അങ്ങ് മുങ്ങിപ്പോവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വന്നു. സന്തോഷം ലാലേട്ട, സന്തോഷം ഏഷ്യാനെറ്റ്, എൻ്റെ മോൾഷേനെ. ഒരു അടിപൊളി ബിഗ് ബോസ് വരട്ടെ. ഒത്തിരി നല്ല പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻസിനെ കാണാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓഡിയൻസിനും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനൊക്കെയുള്ള ടിപ്സും കാണാനുള്ള രീതികളും ഒക്കെ ആയിട്ട് ഇനി അടുത്തടുത്തുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിവരം എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.